അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷന് സംബന്ധമായുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് ട്രെൻഡിങ്ങിലോട്ട് വന്നൊരു സംഭവമാണ് വിഷൻ ബോർഡ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ ഫോട്ടോസ് ആക്കിയിട്ട് നമ്മളൊരു ബോർഡിലോട്ട് വെക്കുന്നതിനെ പറ്റി പറയുന്ന പേരാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് മുമ്പായിട്ടൊരു പ്രത്യേകതയുണ്ട്, ഞാനത് പറയാനായിട്ട് മറന്നുപോയി. നമ്മുടെ 2025 ലാസ്റ്റ് വീഡിയോ ആണ്. കാരണം ഇന്ന് ഡിസംബർ 31 അതുകൊണ്ട് ഭയങ്കരമായിട്ടൊരു നല്ലൊരു ഇയർ ഇനി വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇനി. കാരണം 2025 നല്ലൊരു ഇയർ തന്നെ ആയിരുന്നു എനിക്ക് പൊതുവെ കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ആദ്യമായിട്ട് എങ്ങനെ വീഡിയോ എടുക്കണം, അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്. സംസാരിച്ച് ക്യാമറയിൽ തന്നെ നോക്കണമല്ലോ. ഞാൻ താഴത്തേക്ക് നോക്കി വർത്താനം പറഞ്ഞാൽ നിങ്ങളോട് പറയുന്നൊരു ഐ കോണ്ടാക്റ്റ് കിട്ടില്ലല്ലോ. ഞാൻ 2-3 വീഡിയോ എടുത്തു, പക്ഷെ നിങ്ങൾ താഴത്തേക്ക് നോക്കി ഇങ്ങനെ വർത്താനം പറയുന്നതുകൊണ്ട് എനിക്ക് തന്നെ കണ്ടിട്ടപ്പോൾ എനിക്ക് തന്നെ ഭ്രാന്തടിച്ചു. ഞാൻ ക്യാമറയൊക്കെ നോക്കിയിട്ട് തന്നെ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വിഷൻ ബോർഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. പിന്നെ അതും പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, അപ്പോൾ ഞാൻ ഷോർട്സിലായിരിക്കില്ല അപ്ലോഡ് ചെയ്യുക, ലോങ് വീഡിയോയിലായിരിക്കും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വിഷൻ ബോർഡ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. സാധാരണഗതിയിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഫോട്ടോസായിട്ട് കിട്ടും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മളൊരു ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന ചിന്താഗതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് ഒരു പെൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുക്കും. ഓക്കെ, എന്നിട്ട് ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കള്ളി വരയ്ക്കുക. ചുറ്റിക്കും എനിക്കും ചെയ്യണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു കള്ളി വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആഗ്രഹം എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കാറ് വേണം. ഓക്കെ, കാറ് വേണം എന്നുള്ളൊരാഗ്രഹമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാറ് വേണം എന്ന് എഴുതുന്നേ നല്ലത് എനിക്ക് കാറ് തന്നതിന് നന്ദി അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വിഷൻ ബോർഡ് പെട്ടെന്ന് വർക്കാവട്ടെ. നമുക്ക് അങ്ങനെ എഴുതാം. ഒരാഗ്രഹമാണ്. ഓക്കെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരാഗ്രഹം മാത്രമല്ല, വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ 20, 50, 100 നിങ്ങൾക്ക് എത്ര ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ എഴുതാം. ഓക്കെ, അപ്പം ഇന്നിപ്പം നമ്മൾ ഡിസംബർ 31 എഴുതി 2025. ഇതിപ്പം എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 2026 ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു 5-6 ചിലപ്പോൾ നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, ചെറിയ ആഗ്രഹങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേറെ കൂടുതലായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. അതല്ല വലിയ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ അടുത്ത 2027 ആകുമ്പോഴത്തേക്കും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെത്തിയിട്ടുണ്ടാകും. ഓക്കെ, അതാണ് വിഷൻ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിഷൻ ബോർഡ് അല്ലാതെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക. ഇപ്പം ഡയറി ഞാൻ എടുത്തിരിക്കുന്നത്, ഡയറി തന്നെ വേണമെന്നില്ല, ഒരു നോട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതും എടുക്കാം. എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തന്നു അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് താങ്ക് യു, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതുക. യൂണിവേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് എഴുതുക. ഇങ്ങനെ എഴുതുക, താങ്ക് യു യൂണിവേഴ്സ്, മൈ ഡ്രീം കാർ, അങ്ങനെ എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതായിരിക്കും ഇച്ചിരി കൂടി ഫാസ്റ്റിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാനായിട്ട് നല്ലത്. ഓക്കെ,
അപ്പം നമുക്കൊരാഗ്രഹം എടുക്കാം. ഏതെഴുതും കുറേ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എഴുതി വയ്ക്കുക. നമ്മുടെ ആഗ്രഹം സാധിക്കും. പിന്നെ നമ്മളതിനോട് പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ ബുക്ക് തുറന്നിട്ട് നമ്മുടെ ആഗ്രഹം അങ്ങനെ വായിക്കുക. എന്നിട്ടൊരു 5 ആഗ്രഹങ്ങൾ എടുക്കുക. ഓക്കെ, 5 ആഗ്രഹം എടുത്തിട്ട് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഞാൻ ഇത്രയും ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചെടുത്തിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിൽ നമ്മൾ വിചാരിക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ പ്രയർ ചെയ്തിട്ട് കൊണ്ട് മാത്രമല്ല, നമ്മളതിനെക്കുറിച്ച് കഷ്ടപ്പെടുകയും കൂടി വേണം. ഓക്കെ, അതിന് പൈസ ഉണ്ടായാലേ എല്ലാം നടക്കുകയുള്ളൂ. അപ്പം പൈസ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതൊരു ചോദ്യമായിട്ട് പറയാൻ കൂട്ടുന്നില്ല. ഓക്കെ, നമുക്കൊരു നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടണം. നമുക്ക് തന്നെ ഒരു അത്ഭുതമായിരിക്കും. ഇത്ര പെട്ടെന്ന് സാധിച്ചിട്ട് അങ്ങനെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. പിന്നെ വിഷൻ ബോർഡ് തയ്യാറാക്കണ്ട എന്നുള്ളവർക്ക് നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഒരു ബുക്ക് എടുത്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുക. നമുക്ക് എപ്പോഴൊക്കെ തോന്നും എനിക്കിത് നേടിയെടുക്കണമല്ലോ, ഒന്ന് എഴുതി വയ്ക്കുക. അങ്ങനെ എഴുതി വയ്ക്കുക. പിന്നെ അത് എടുത്തിട്ട് എന്നും നൈറ്റിലെടുത്തിട്ട് നൈറ്റിലോ മോർണിംഗിലോ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഈ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഷ്ടപ്പെടാതെ നിങ്ങൾ നടക്കും. കഷ്ടപ്പെടാം, അതുവരെ നടക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ എന്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് പെട്ടെന്ന് മൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരുടെ ആഗ്രഹങ്ങളും എൻ്റെയും ആഗ്രഹം 2026 കഴിയുന്നതോടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടട്ടെ.